Hi all, this is Rekha Nair. I welcome you all to my channel, The English Forum. ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോസിൻ്റെ കണ്ടിന്യൂഷൻ ആണ് സ്റ്റാൻഫോർഡ് കമൻസ്മെൻറ്റ് അഡ്രസ്സിൻ്റെ പാർട്ട് 3 ആണ്. അപ്പോൾ വിതൗട്ട് മച്ച് ഇൻട്രൊഡക്ഷൻ നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. അപ്പം നമ്മൾ ഇതിനകത്ത് അദ്ദേഹം എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ സ്പീച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞു ഞാൻ 3 കഥകളാണ് പറയാൻ പോകുന്നതെന്ന്. ആദ്യത്തെ കഥ എന്തായിരുന്നു? കണക്റ്റിംഗ് ദ ഡോട്ട്സ് ആയിരുന്നു. രണ്ടാമത്തെ കഥ ദാറ്റ് വാസ് അബൌട്ട് ലവ് ആൻഡ് ലോസ്. ആൻഡ് ദ തേർഡ് സ്റ്റോറി ഈസ് അബൌട്ട് ഡെത്ത്. നമുക്ക് നോക്കാം. മറ്റേ രണ്ടും വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറീസ് തന്നെയായിരുന്നു അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഒന്നിച്ച് കേൾക്കാൻ ബോറടി ഉണ്ടെങ്കിൽ ഒരു ഗ്യാപ്പ് ഇട്ട് കേൾക്കുക, കാരണം ഇറ്റ്സ് സച്ച് എൻ ഇൻസ്പയറിംഗ് സ്പീച്ച്. അപ്പോൾ അതിൻ്റെ ആ ഒരു ശരിക്കും നമ്മൾ അതിൻ്റെ ആ ഒരു ഇന്നർ മീനിങ് ഉൾക്കൊണ്ട് വായിക്കും കേൾക്കും ചെയ്യേണ്ട ഒരു വീഡിയോ ആണ്. അത് ഒരാൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെക്കാട്ടിലും നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ലൈഫായിട്ടൊക്കെ റിലേറ്റ് ചെയ്തിട്ട് വായിക്കുകയാണെങ്കിൽ അത് ഭയങ്കര ഒരു ഇൻസ്പയറിംഗ് ആയിട്ടും ഒക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. My third story is about death. When I was 17, I read a quote that went something like, if you live each day as if it was your last, someday you will almost certainly be right. അല്ലേ? അപ്പം എന്താ പറയുന്നത്? ഞാനൊരു 17 വയസ്സൊക്കെ ഉള്ളപ്പോൾ ഞാനൊരു കോട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. എന്താണത്? അത് എക്സാക്ട്ലി അല്ല, എന്നാൽ ഏകദേശം ഇതുപോലെയാണ്. എന്താണ്? ഓരോ ദിവസവും നിങ്ങൾ ജീവിക്കുന്നത് ഇതാണ് എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ ദിവസം എന്ന് കരുതി ജീവിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ ശരിയായിരിക്കും അല്ലേ? കാരണം നിങ്ങൾ ഏതെങ്കിലും ഒരു ദിവസം മരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം യു വിൽ ബി റൈറ്റ് അല്ലേ? ഇറ്റ് മെയ്ഡ് ആൻ ഇംപ്രഷൻ ഓൺ മീ ആൻഡ് സിൻസ് ദെൻ ഫോർ ദ പാസ്റ്റ് 33 years I have looked in the mirror every morning and asked myself, if today were the last day of my life, would I want to do what I'm about to do today? അല്ലേ? ഇത് എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഇമ്പാക്റ്റ് ഉണ്ടാക്കിയൊരു കൊട്ടേഷനാണ് ഈ കൊട്ടേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അന്ന് മുതൽക്ക് ഈ കഴിഞ്ഞ 33 വർഷം ഞാൻ ഓരോ ദിവസം ഞാൻ മിററിൽ നോക്കി ഞാൻ ചോദിക്കും, എന്താ ഇന്നാണ് എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ ദിവസമെങ്കിൽ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ, ആഗ്രഹിക്കുന്നുണ്ടോ? ആൻഡ് whenever the answer has been no for too many days in a row, I know I need to change something. അല്ലേ? അതായത് കുറച്ച് ദിവസം അടുപ്പിച്ച് എൻ്റെ ഈ ചോദ്യത്തിന് ഉത്തരം നോ എന്നാണെങ്കിൽ ഐ ഷുഡ് ചേഞ്ച് സംതിങ് എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് ഞാൻ എത്തും. Remembering that I'll be dead soon is the most important tool I have ever encountered to help me make the big choices in my life. ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ മരിക്കും എന്നുള്ളൊരു തോന്നല്, ആ ഒരു തോട്ട് എന്നെ ശരിക്കും പറഞ്ഞാൽ വലിയ വലിയ ഡിസിഷൻസ് എടുക്കാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു ടൂളാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂളായിരുന്നു ഇത്. എന്ത്? റിമെമ്പറിങ് ദാറ്റ് ഐ വിൽ ബി ഡെഡ് സൂൺ. ഓക്കെ, ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ മരിക്കും എന്നുള്ള ആ തോന്നല്. ബിക്കോസ് ഓൾമോസ്റ്റ് everything, all external expectations, all pride, all fear of embarrassment or failure, these things just fall away in the face of death, living only what is truly important. അല്ലേ? കാരണം എല്ലാം നമ്മുടെ പുറത്തുനിന്നുള്ള ആൾക്കാർ നമ്മുടെ അടുത്തുനിന്ന് കുറേ എക്സ്പെക്റ്റേഷൻസ് ഒക്കെ ഉണ്ടാവും അല്ലേ? അത് നമ്മുടെ അഹങ്കാരം, നമ്മൾ തോറ്റുപോകുന്നുള്ള പേടി, ഇതെല്ലാം മരണത്തോടെ പോകുന്ന കാര്യങ്ങളാണ് അല്ലേ? അപ്പോൾ എന്താണോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അത് മാത്രമാണ് അവശേഷിക്കുന്നത്. അപ്പോൾ എന്താ പറയുന്നത്? അതുകൊണ്ട് തന്നെ എപ്പോഴും എന്ത് വേണം? നമുക്ക് ഈ ഒരു തോന്നൽ വേണം. That doesn't mean that you should die, you should commit suicide. നമ്മൾ ഈ ഒരു തോന്നലോടുകൂടി മുന്നോട്ട് പോകാനാണ് അദ്ദേഹം പറയുന്നത് കേട്ടോ. Remembering that you're going to die is the best way I know to avoid the trap of thinking you have something to lose. അല്ലേ? നിങ്ങൾക്ക് എന്തോ, അതായത് നിങ്ങൾ മരിക്കാൻ പോകുന്ന ആളാണ് എന്നൊരു തോന്നൽ വരുമ്പോൾ എന്താണ്, നിങ്ങൾക്ക് എന്തൊക്കെ നഷ്ടപ്പെടാനുണ്ട് എന്നുള്ള തോന്നൽ, അതൊരു ട്രാപ്പാണ്. മനസ്സിലായോ? ആ ട്രാപ്പ് അവോയ്ഡ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും നല്ല മെത്തേഡാണ് എന്ത്? നിങ്ങൾ മരിക്കാൻ പോവുകയാണെന്നുള്ള ഒരു തോന്നൽ. യു ഓൾറെഡി നേക്കഡ്, നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. ദർ ഇസ് നോ റീസൺ നോട്ട് ടു ഫോളോ യുവർ ഹാർട്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഹാർട്ടിനെ ഫോളോ ചെയ്യാതിരിക്കാൻ ഒരു കാരണവുമില്ല, കാരണം നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. About a year ago, I was diagnosed with cancer. I had a scan at 7:30 in the morning and it clearly showed a tumor on my pancreas. ഒരു വർഷം മുമ്പ് എനിക്ക് ക്യാൻസർ ഉള്ളതായിട്ട് കണ്ടെത്തി. ഞാൻ കാലത്ത് 7:30 സ്കാനിങ് ചെയ്തു. അതിൽ പാൻക്രിയാസിൽ ട്യൂമർ ഉള്ളതായിട്ട് കണ്ടു.
I didn't even know what a pancreas was. എനിക്ക് ഈ pancreas എന്താന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. The doctors told me this was almost certainly a type of cancer that is incurable and that I should expect to live no longer than 3 to 6 months. അല്ലേ? അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു എന്ത് മിക്കവാറും ഇത് ഇൻക്യൂറബിൾ ആയിട്ടുള്ള ഒരു ക്യാൻസർ ആവാനാണ് സാധ്യത. മാക്സിമം പോയോ 3 മുതൽ ഒരു 6 മാസം വരെ ഞാൻ ജീവിക്കുമായിരിക്കും. അതിനപ്പുറത്തേക്ക് ഞാൻ ജീവിക്കില്ല എന്ന് തന്നെ ഡോക്ടേഴ്സ് പറഞ്ഞു. My doctor advised me to go home and get my affairs in order, which is doctor's code for prepared to die. അപ്പോൾ എൻ്റെ ഡോക്ടേഴ്സ് എന്നെ അഡ്വൈസ് ചെയ്തു എന്ത് വീട്ടിൽ പോയി റെസ്റ്റ് ചെയ്യൂ, എല്ലാം ഇങ്ങനെ ഒരു ചിട്ടയിലൊക്കെ പോട്ടെ എന്നൊക്കെ ഉള്ള ഒരു രീതിയിലൊക്കെ പറഞ്ഞു. അത് ഡോക്ടറുടെ ഒരു യുഫമിസ്റ്റിക് ഭാഷയാണ്. എന്തിന് ഇനി മരിക്കാൻ പോവുകയാണ് നിങ്ങൾ, അതിന് പ്രിപ്പയർഡ് ആവൂ, മെന്റലി പ്രിപ്പയർഡ് ആവൂ എന്ന് അദ്ദേഹം വളരെ പോളിഷ്ഡ് ആയിട്ട് പറഞ്ഞതാണ്. It means to try to tell your kids everything you thought you would have the next 10 years to tell them in just a few months. അല്ലേ? അതായത് നിങ്ങൾ അടുത്ത 10 വർഷം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളോട് എന്തൊക്കെ പറയാമെന്നാണോ വിചാരിച്ചിരുന്നത്, എന്തൊക്കെ പറയാനാണോ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത്, അത് നിങ്ങൾ ഇനി ഈ ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് പറഞ്ഞു തീർക്കണം. It means to make sure everything is buttoned up so that it will be as easy as possible for your family. അല്ലേ? എല്ലാം വളരെ ക്ലിയർ കട്ടായിട്ട് പോവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അല്ലേ? അപ്പോൾ ഫാമിലിക്കും അത് ഒരു ഈസി ആയിരിക്കും. അല്ലേ? ഫാമിലിക്കും അത് അക്സെപ്റ്റബിൾ ആവും നമ്മുടെ ഡെത്ത്. അല്ലേ? ഇറ്റ് മീൻസ് ടു സേ യുവർ ഗുഡ് ബൈസ്. അല്ലേ? നമ്മൾ മെന്റലി പ്രിപ്പയർഡ് ആണ് ഡെത്തിനെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഫാമിലിക്കും ഭയങ്കര ഒരു ആശ്വാസമായിരിക്കും. അല്ലേ? എന്ന് വെച്ചാൽ നമ്മൾ ഗുഡ് ബൈ പറയേണ്ട സമയമായി. I alert with that diagnosis all day. Later that evening, I had a biopsy where they stuck an endoscope down my throat through my stomach and into my intestines, put a needle into my pancreas and got a few cells from the tumor. Okay. ഞാൻ ഈ ഡയഗ്നോസിസ് വെച്ചിട്ടാണ്, അതായത് ഞാൻ മരിക്കാൻ പോവുകയാണ് എന്നുള്ള ആ ഒരു ഡയഗ്നോസിസ് വെച്ചിട്ടാണ് ഞാൻ എൻറ്റയർ ദിവസം ഞാൻ ജീവിച്ചത്. പക്ഷെ അന്ന് ഈവനിങ്ങിൽ ഞാൻ ബയോപ്സി ചെയ്തു. ബയോപ്സി എന്ന് പറഞ്ഞാൽ അറിയുന്നുണ്ടാവും, അതായത് ക്യാൻസർ ഒക്കെ ഉണ്ടോ ഏതെങ്കിലും പാർട്ടിൽ, നമ്മുടെ ബോഡി പാർട്ടിൽ എന്ന് അറിയാനായിട്ട് ആ ബോഡി പാർട്ടിൽ നിന്ന് ഒരു ചെറിയൊരു പീസ് ഇങ്ങനെ എടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കുക, അതാണ് ബയോപ്സി കേട്ടോ. അത്രയ്ക്കൊക്കെ എനിക്ക് പറയുള്ളൂ ബയോപ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതാണ് ബയോപ്സി. അപ്പോൾ ബയോപ്സി ചെയ്തു, അതായത് ഒരു എൻഡോസ്കോപ്പ് ഒരു ത്രോട്ട് കൂടെ സ്റ്റൊമക്കിലേക്ക് കടത്തി ഇൻഡസ്റ്റൈനിലേക്കൊക്കെ ഒരു സാധനം ഇട്ടിട്ട് അതിന്ന് പാൻക്രിയാസിൽ നിന്ന് ഒരു ചെറിയ നീഡിൽ വെച്ചിട്ട് ആ ട്യൂമർ എന്നുള്ള കുറച്ച് സെൽസ് എടുത്തു. I was sedated, but my wife, who was there, told me that when they viewed the cells under a microscope, the doctor started crying because it turned out to be a very rare form of pancreatic cancer that is curable with surgery. ഞാൻ മയക്കത്തിലായിരുന്നു, എനിക്ക് അനസ്തേഷ്യ ഒക്കെ തന്നെ എന്നെ ഉറക്കിക്കെടുത്തിരിക്കുകയായിരുന്നു. പക്ഷേ എൻ്റെ വൈഫ് അവിടെ ഉണ്ടായിരുന്നു. ഇതെല്ലാം കണ്ടു നിന്ന് എൻ്റെ വൈഫ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഡോക്ടേഴ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആ ഒരു ബയോപ്സി ചെയ്തിട്ടുള്ള ആ ഒരു ഇത് കണ്ടപ്പോൾ they were really crying, they were happy ആക്ച്വലി. മനസ്സിലായോ? കാരണം ഇത് പാൻക്രിയാസിൽ സാധാരണഗതിയിൽ വരുന്ന ക്യാൻസർ എന്ന് പറയുന്നത് ഇൻക്യൂറബിൾ ആണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ വന്നൊരു ക്യാൻസർ എന്ന് പറയുന്നത് വളരെ റയർ ഫോമാണ്. അതായത് ഇറ്റ് ക്യാൻ ബി ക്യൂർഡ് വിത്ത് സർജറിയിലൂടെ ഓപ്പറേഷനിലൂടെ അത് മാറ്റിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് the doctors were very happy and they started crying. I had the surgery and I'm fine now. ഞാൻ സർജറി ഒക്കെ ചെയ്തപ്പോൾ ഞാൻ ഓക്കെയാണ്. ഇത് ഇടയിലൊരു ലൈൻ എവിടുന്നോ കയറി വന്നിട്ടുണ്ട്. This was the closest I have been to facing death and I hope it's the closest I get for a few more decades. Okay. ഞാൻ മരണത്തിന് ഏറ്റവും മുഖാമുഖം ഏറ്റവും അടുത്തുനിന്ന് കണ്ടൊരു മൊമെന്റ് എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ പ്രതീക്ഷിക്കുകയാണ് അടുത്ത ഒരു 10-20 വർഷം, കുറച്ച് ഡെക്കേഡ്സിലേക്ക്, അല്ലേ? ഡെക്കേഡ് മീൻസ് 10 years, കുറച്ച് ഡെക്കേഡ്സിലേക്ക് എനിക്ക് ഇത്രയും ക്ലോസ് ആയിട്ട് കാണേണ്ടി വരില്ല എന്ന്, മരണത്തിനെ കാണേണ്ടി വരില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. Having lived through it, I can now say this to you with a bit more certainty that when death was a useful but purely intellectual concept, no one wants to die. അല്ലേ? അതായത് എനിക്ക് ഒരു കാര്യം, ഇപ്പം ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു വന്ന ആ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് ഒരു കാര്യം പറയാൻ പറ്റും. എന്ത്?
ഡെത്ത് എന്ന് പറയുന്നത് ശരിക്കും ഒരു ഇന്റലക്ച്വൽ കോൺസെപ്റ്റ് ആണ്. നമുക്ക് ആർക്കും മരിക്കണ്ട, ആർക്കും മരിക്കണ്ട. ഈ സൂസൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നവർ, ഇപ്പം വെള്ളത്തിലൊക്കെ ചാടി മരിക്കാൻ ശ്രമിക്കുന്ന നീന്തൽ അറിയാവുന്നവർ അത്ര പെട്ടെന്ന് മരിക്കില്ല. കാരണം അവർ തിരിച്ച് കൈകാലിട്ട് അടിച്ച് വരും അല്ലേ. അപ്പൊ ആർക്കും മരിക്കണ്ട. ഈവൻ പീപ്പിൾ ഹു വാണ്ട് ടു ഗോ ടു ഹെവൻ ഡോണ്ട് വാണ്ട് ടു ഡൈ ടു ഗോ ദർ അല്ലേ. സ്വർഗത്തിൽ പോകണം എന്നൊക്കെ പറയുന്ന ആളുകളും ഇപ്പം മരിക്കണ്ട അല്ലെ, മരിക്കുമ്പോൾ മരിച്ചോട്ടെ എന്നുള്ളത് തന്നെയാണ്. ആൻഡ് യെറ്റ് death is the destination we all share. നമുക്ക് എല്ലാവരുടെയും ഡെസ്റ്റിനേഷൻ ഡിഫറെൻ്റ് ആണ്. പക്ഷേ ഈ മരണം എന്ന് പറയുന്ന ഡെസ്റ്റിനേഷൻ നമുക്ക് എല്ലാവർക്കും ഉണ്ട് അല്ലേ. No one has ever escaped it. ആരും ഇതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല. And this is as it should be, because അല്ലേ, അതങ്ങനെ ആയിരിക്കണം അല്ലേ, അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഡെത്ത് ഇല്ലാതാവാൻ പാടില്ല അല്ലേ. Because death is very likely the single best invention of life. കാരണം ഈ ലോകത്തിലെ, ഈ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു ഇൻവെൻഷൻ, ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് ഡെത്താണ്. ഇറ്റ്സ് ലൈഫ് ചേഞ്ച് ഏജന്റ് അല്ലേ. ലൈഫിനെ മാറ്റുന്നൊരു ഏജന്റ് ആണ്. ഇറ്റ് ക്ലിയേഴ്സ് ഔട്ട് ദ ഓൾഡ് ടു മേക്ക് വേ ഫോർ ദ ന്യൂ അല്ലേ. വയസ്സായ ആളുകളും മരിക്കും, അപ്പോൾ പുതിയ പുതിയ ആൾക്കാർക്ക് ജീവിക്കാനുള്ള സ്പേസ് അവിടെ ഉണ്ടാവുകയാണ് അല്ലേ. ജീവിക്കാൻ മാത്രമല്ല, ഭൂമിയിലുള്ള സ്പേസ് ആണെങ്കിലും ജോലി സാധ്യതകളാണെങ്കിലും അല്ലേ. അപ്പോൾ വയസ്സായിട്ടുള്ളവർ നീക്കം ചെയ്തേ പറ്റുള്ളൂ. Right now, the new is you. ഇപ്പോഴത്തെ പുതുത് എന്ന് പറഞ്ഞാൽ നിങ്ങളാണ്. But someday not too long from now, you will gradually become the old and be cleared away. അല്ലേ, ഇപ്പോ നിങ്ങളാണ് പുതുത്, പക്ഷെ അധികം താമസിയാതെ നിങ്ങളും വയസ്സാവും, നിങ്ങളും മാറ്റപ്പെടും അല്ലേ, നിങ്ങളെയും മാറ്റി നിർത്തപ്പെടും. Sorry to be so dramatic, but it is quite true. ഞാനിങ്ങനെ ഡ്രമാറ്റിക് ആയിട്ട് പറയുന്നത് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, പക്ഷെ അതാണ് സത്യം. Your time is limited, so don't waste it living someone else's life. അല്ലേ, നിങ്ങൾക്ക് ഈ ഭൂമിയിലുള്ള ജീവിതം എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ് അല്ലേ. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 വയസ്സ് വരെ ജീവിച്ചാൽ തന്നെ ഒരു 36,500 ഡേയ്സ് ആണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് അല്ലേ. ശരിക്കും പറഞ്ഞാൽ ശരിക്കും ആലോചിച്ച് നോക്കി. അപ്പൊ എന്താണ്, നമ്മളത് മറ്റൊരാളുടെ ജീവിതം ജീവിക്കാനായിട്ട് വേസ്റ്റ് ചെയ്യരുത്. Don't be trapped by dogma, which is living with the results of other people's thinking. മറ്റുള്ളവരുടെ ഒരു ചിന്താഗതിക്ക് അനുസരിച്ച് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുന്നത്. ഡോണ്ട് ട്രൈ ടു സാറ്റിസ്ഫൈ അതേഴ്സ് അല്ലേ, അതാണ് അദ്ദേഹം പറയുന്നത്. ഡോണ്ട് ലെറ്റ് ദ നോയ്സ് ഓഫ് അതേഴ്സ് ഒപ്പീനിയൻസ് ഡ്രൗൺ ഔട്ട് യുവർ ഓൺ ഇന്നർ വോയിസ്. നിങ്ങൾക്കൊരു സ്റ്റേജ്, ലൈഫിൽ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് തോന്നും വാട്ട് യു വാണ്ട് ടു ബി, അത് ഫോളോ ചെയ്യുക. ഫോളോ യുവർ ഇൻറ്റ്യൂഷൻ. അത് മറ്റുള്ളവർ നീ അതാവും ഇതാവും എന്ന് പറയുമ്പോൾ അതിൽ നമ്മുടെ ആ ഇന്നർ വോയിസിൽ മുങ്ങിപ്പോകരുത്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, have the courage to follow your heart and intuition. പിന്നെ എല്ലാത്തിനും ഉപരി എന്ത് വേണം, നമുക്ക് ആ ഇൻറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഉൾവിളി എന്നൊക്കെ പറയില്ല, ഒരു ഗട്ട് ഫീൽ എന്നൊക്കെ പറയില്ലേ, ആ ഫീല് അല്ലെങ്കിൽ നമ്മുടെ ആ ഹാർട്ടിനെ ഫോളോ ചെയ്യാനായിട്ടുള്ള ഒരു ധൈര്യം നമുക്ക് ഉണ്ടായിരിക്കണം. കാരണം എല്ലാവരും എഞ്ചിനീയറിങ്ങിന് പോയല്ലോ ഭഗവാനെ, ഇനിയിപ്പോൾ ഞാൻ എഞ്ചിനീയറിങ്ങിന് പോയില്ലെങ്കിൽ എന്താവും, അങ്ങനെ ചിന്തിക്കരുത്. പിന്നെ എന്ത് വേണം, നിങ്ങൾക്ക് മറ്റൊന്നും ആവണം എന്നാണെങ്കിൽ അത് തീരുമാനിക്കാനുള്ളൊരു കറേജ് നമുക്ക് വേണം. They somehow already know what you truly want to become. മനസ്സിലായോ, നമ്മുടെ ഹൃദയത്തിന് നമുക്ക് അറിയാം നമുക്ക് എന്താണ് ആവേണ്ടത് എന്നുള്ളത്. എവറിത്തിങ് എൽസ് ഇസ് സെക്കൻഡറി, ബാക്കിയെല്ലാം രണ്ടാമത് വരുന്ന കാര്യങ്ങളാണ്. When I was young, there was an amazing publication called The Whole Earth Catalog, which was one of the Bibles of my generation. ഞാൻ യങ് ആയിരിക്കുമ്പോൾ ഒരു പബ്ലിക്കേഷൻ ഉണ്ടായിരുന്നു, The Whole Earth Catalog എന്ന് പറഞ്ഞിട്ട്. ആ കാറ്റലോഗ് ശരിക്കും പറഞ്ഞാൽ അത് ഞങ്ങളുടെ ജനറേഷൻ്റെ ഒരു ബൈബിളായിരുന്നു. അതായത് അത്ര അധികം ആ ഒരു ഞങ്ങളുടെ ഒരു കണ്ടംപററീസിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളൊരു ബുക്കായിരുന്നു. അപ്പോൾ എന്താണ് പറയുന്നത്, ഇറ്റ് വാസ് ക്രിയേറ്റഡ് ബൈ എ ഫെലോ നെയ്മഡ് സ്റ്റുവാർട്ട് ബ്രാൻഡ് നോട്ട് ഫാർ ഫ്രം ഹിയർ ഇൻ മെല്ലോ പാർക്ക്, ആൻഡ് ഹി ബ്രോട്ട് ഇറ്റ് ടു ലൈഫ് വിത്ത് ഹിസ് പോയറ്റിക് ടച്ച്. അത് സ്റ്റുവാർട്ട് ബ്രാൻഡ് എന്ന് പറഞ്ഞ ഒരാളാണ് സ്റ്റാർട്ട് ചെയ്തത്. മെൻലോ പാർക്കിൽ, ഇവിടെ അടുത്ത് മെൻലോ പാർക്കിലാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അദ്ദേഹം അതിനൊരു ജീവൻ കൊടുത്തത് എങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു പോയറ്റിക്കൽ സ്കിൽസ് ഉപയോഗിച്ചിട്ടാണ്. This was in the late 1960s, before personal computers and desktop publishing. So it was all made with typewriters, scissors and Polaroid cameras. ഇത് ആക്ച്വലി ഒരു ലേറ്റ് 1960s ഈ മാഗസിൻ, ഈ പബ്ലിക്കേഷൻ ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സും ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗും ഒക്കെ തുടങ്ങുന്നതിന് മുമ്പാണ്. അപ്പോൾ ഈ ടൈപ്പ് റൈറ്റർ, സിസേഴ്സ്, സാധാരണ ക്യാമറാസ് അങ്ങനത്തെയൊക്കെ ഉപയോഗിച്ച് അങ്ങനെയുള്ളൊരു സാധാരണ ഒരു പബ്ലിക്കേഷനാണ്.
It was sort of like Google in paperback form 35 years before Google came along, അല്ലേ? ഗൂഗിൾ ഒക്കെ വരുന്നതിന് മുമ്പുള്ള ഒരു ഗൂഗിൾ ആയിരുന്നു, പേപ്പർ ഫോമിലുള്ള ഒരു ഗൂഗിൾ ആയിരുന്നത്, അല്ലേ? അതായത് നമ്മളിപ്പോൾ എന്ത് സംശയം വന്നാലും നോക്കുക ഗൂഗിൾ ആണ്, അല്ലേ? അപ്പോൾ അന്നത്തെ കാലത്ത് ഗൂഗിൾ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? ഇറ്റ് വാസ് ഐഡിയലിസ്റ്റിക് ആൻഡ് ഓവർഫ്ലോയിങ്, അവിടെ ഒരു സ്പേസ് ഉണ്ട് കേട്ടോ, വിത്ത് നീറ്റ് ടൂൾസ് ആൻഡ് ഗ്രേറ്റ് നോഷൻസ്. ശരിക്കും ഭയങ്കര ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു പബ്ലിക്കേഷൻ ആയിരുന്നു. അതിൽ ധാരാളം നല്ല നല്ല ആദർശങ്ങൾ, നല്ല നല്ല ഐഡിയാസ് ഉണ്ടായിരുന്ന ഒരു പബ്ലിക്കേഷനാണ്. Stewart and his team put out several issues of the whole Earth catalog, and then when it had run its course, they put out a final issue. Like, അങ്ങനെ അതിൻ്റെ കുറേ ഇഷ്യൂസ് ഒക്കെ വന്നു. അങ്ങനെ അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് അവസാനിപ്പിച്ചു. ഇറ്റ് വാസ് ദ മിഡ് 1970s and I was your age. അത് 1960s സ്റ്റാർട്ട് ചെയ്തത്, അല്ലേ? പിന്നെ 1970s ഒക്കെ ആയപ്പോൾ ഇത് അവസാനിപ്പിച്ചു, മിഡ് 1970s. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഏജ് ആയിരുന്നു. On the back cover of their final issue was a photograph of an early morning country road, the kind you might find yourself hitchhiking on if you were so adventurous. Like, അതായത് അതിൻ്റെ ഫൈനൽ ഇഷ്യൂവിൻ്റെ ഒരു ബാക്ക് കവർ എന്ന് പറയുന്നത് ഒരു ഫോട്ടോഗ്രാഫായിരുന്നു. ആ ഫോട്ടോഗ്രാഫ് എന്തിൻ്റെ ഫോട്ടോഗ്രാഫായിരുന്നു? ഒരു രാവിലെ ഏർലി മോർണിംഗിൽ കാണുന്ന ഒരു നാട്ടിൻപുറത്ത് ഒരു റോഡ്, അതായിരുന്നു. The kind you might find yourself hitchhiking on if you were so adventurous. നിങ്ങൾ ഭയങ്കര അഡ്വഞ്ചറസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ ഇത് ലിഫ്റ്റൊക്കെ അടിച്ച്, ഹിച്ചിക്കിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ലിഫ്റ്റൊക്കെ അടിച്ച് പോകുന്ന അങ്ങനെ പോകാൻ ഇഷ്ടപ്പെടുന്ന അങ്ങനത്തെ ഒരു റോഡിൻ്റെ, ഒരു കൺട്രി റോഡ്, ഒരു നാട്ടിൻപുറം റോഡിൻ്റെ ഒരു ഏർലി മോർണിംഗിലുള്ളൊരു പിക്ചർ, അതായിരുന്നു അതിൻ്റെ ബാക്ക് കവറിലുള്ള ഫോട്ടോഗ്രാഫ്. Beneath it were the words. അതിൻ്റെ താഴെയായിട്ട് വേർഡ്സ് ഉണ്ടായിരുന്നു, ഒരു സാധനം എഴുതിയിട്ടുണ്ടായിരുന്നു. എന്താണ് ആ വേർഡ്സ്? Stay hungry, stay foolish. ഇത് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്, വാട്ട് ഡസ് ഇറ്റ് മീൻ ബൈ സ്റ്റേ ഹംഗ്രി സ്റ്റേ ഫൂളിഷ്? എന്താണ് അദ്ദേഹം മീൻ ചെയ്യുന്നത്? അതായത് ഇറ്റ് വാസ് ദ ഫെയർവെൽ മെസ്സേജ് ആസ് എ സൈൻഡ് ഓഫ്. അവർ ആ പബ്ലിക്കേഷൻ അവസാനിപ്പിക്കുമ്പോൾ അവരുടെ റീഡേഴ്സിന് കൊടുത്ത ഫൈനൽ മെസ്സേജ് ആയിരുന്നു. എന്താണ്? സ്റ്റേ ഹംഗ്രി സ്റ്റേ ഫൂളിഷ് ആൻഡ് ഐ ഹാവ് ഓൾവേസ് വിഷ്ഡ് ദാറ്റ് ഫോർ മൈസെൽഫ്. ഞാനത് എപ്പോഴും എനിക്കത് ഉണ്ട് എന്ന് ഞാൻ ഉറപ്പ് വരുത്തിയിരുന്നു. ആൻഡ് നൗ ആസ് യു ഗ്രാജുവേറ്റ് ടു ബിഗിൻ എ ന്യൂ ഐ വിഷ് ദാറ്റ് ഫോർ യു. നിങ്ങളിപ്പോൾ ഗ്രാജുവേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാനത് നിങ്ങളിലേക്കും അത് ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. സ്റ്റേ ഹംഗ്രി സ്റ്റേ ഫൂളിഷ്. താങ്ക് യു ഓൾ വെരി മച്ച്, അല്ലേ? അപ്പം നിങ്ങളെപ്പോഴും സ്റ്റേ ഹംഗ്രി സ്റ്റേ ഫുളിഷ്. അതായത് വിശന്നിരിക്കണം എന്നല്ല കേട്ടോ പറയുന്നത്. യു ഷുഡ് ബി ഹംഗ്രി ഫോർ മോർ നോളേജ്. അതായത് ഇനിയും നമുക്ക് നോളേജ് വേണം, ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്താനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് എന്നുള്ള ആ ഒരു അതാണ് ഹംഗ്രി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ വിശന്നിരിക്കാനല്ല കേട്ടോ. സ്റ്റേ ഫുളിഷ് അതായത് നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യണ കാണുമ്പോൾ മറ്റുള്ളവർ പറയും, അയാൾ എന്തൊക്കെ മണ്ടത്തരങ്ങളൊക്കെ കാണിക്കണം, എന്തൊക്കെയാണാവോ, അതൊക്കെ പറഞ്ഞോട്ടെ, അതൊന്നും സാരമില്ല. എന്ത്? യു ഷുഡ് ഫോളോ യുവർ ഇൻറ്റ്യൂഷൻ, യു ഷുഡ് ഫോളോ യുവർ ഹാർട്ട്. നിങ്ങളുടെ ഹാർട്ട് എന്ത് പറയുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് എന്ത് പറയുന്നു, അത് ഫോളോ ചെയ്യാം. അല്ലാതെ മറ്റുള്ളവർ എന്ത് പറയുന്നു അവരുടെ വാക്കിനനുസരിച്ച് ജീവിക്കാനായിട്ട് നിൽക്കരുത്. നിങ്ങൾ എപ്പോഴും യു ഷുഡ് ബി തേഴ്സ്റ്റി ഫോർ നോളേജ്. നിങ്ങൾക്ക് എപ്പോഴും ഇനിയും വിവരം വേണം എന്നുള്ള ആ ഒരു അതിനെയാണ് ഹംഗ്രി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റേ ഫുളിഷ് എന്നുള്ളതും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ മണ്ടനാണെന്ന് മറ്റുള്ളവർ പറഞ്ഞോട്ടെ, യു ഷുഡ് ഫോളോ യുവർ ഇൻറ്റ്യൂഷൻ. ഓക്കെ, അപ്പോൾ ആ ഇൻറ്റ്യൂഷനെ ഫോളോ ചെയ്യുക, യു ഷുഡ് ഫോളോ യുവർ ഹാർട്ട് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞ്, അങ്ങനെയാണ് അദ്ദേഹം കമൻസ്മെന്റ് അഡ്രസ് അവസാനിപ്പിക്കുന്നത്. ഓക്കെ, ഹോപ്പ് യു ഓൾ എൻജോയ് ദീസ് 3 വീഡിയോസ്. ഇത് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള വീഡിയോ ആണ്. ഇത് നിങ്ങൾ ഇങ്ങനെ കേട്ടിട്ടോ അല്ലെങ്കിൽ യൂട്യൂബ് കേട്ടിട്ടോ ക്ലാസ്സിൽ കേട്ടിട്ടോ അല്ലെങ്കിൽ ഗൈഡിൽ വായിച്ചിട്ടോ ഒക്കെ മനസ്സിലാക്കിയാലും യു ഷുഡ് റീഡ് ഇറ്റ് ബൈ യുവർ സെൽഫ്. കാരണം അത്രയും ഇൻസ്പയറിംഗ് ആണ്. നിങ്ങളുടെ ജീവിതത്തിലെ പല ഒരുപക്ഷെ യു പീപ്പിൾ ആർ സോ യങ്, നിങ്ങൾക്ക് അത്ര എക്സ്പീരിയൻസ് ഉണ്ടാവണം എന്നില്ല, പക്ഷേ ചിലപ്പോഴൊക്കെ നമുക്ക് നമ്മുടെ ലൈഫിൽ ഉണ്ടായ ചില എക്സ്പീരിയൻസസ് ആയിട്ട് നമുക്കതിനെ കണക്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഭാവിയിൽ പല എക്സ്പീരിയൻസസ് ഉണ്ടാകുമ്പോൾ നിങ്ങൾക്കത് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ആരും ഇത് വായിക്കാതെ പോകരുത്. ഓൾ ഓഫ് യു പ്ലീസ് റീഡ് ഇറ്റ് ബൈ യുവർ സെൽഫ്. അത് ഭയങ്കര ഒരു സോളിറ്ററി ഇതിലിരുന്ന് വായിക്കുക. അപ്പോൾ ഇറ്റ്സ് റിയലി ആൻ ഇൻസ്പിറേഷണൽ സ്പീച്ച്. ഓക്കെ, താങ്ക് യു, ബൈ.